കോഴിക്കോട് കായക്കൊടിയിലെ നെടുമണ്ണൂർ സ്കൂളിൽ നടത്തിയ ഗണപതി ഹോമമാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. പ്രതിഷേധവുമായി CPIM പ്രവർത്തകർ എത്തിയതോടെ ഹോമം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് സംഭവം ഉണ്ടായത്. സ്കൂൾ മാനേജറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവം വിവാദമായതോടെ അടിയന്തര അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടു. വിദ്യാഭ്യാസ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പൂജ നടത്തിയ മുഴുവൻ ആളുകളെയും പോലീസിന്റെ വണ്ടി കൊണ്ടുപോകും. ഇവരെ പുറത്ത് പോലീസിന് എസ്കോർട്ട് ഇല്ലാണ്ട് ഇറക്കിയാൽ പിന്നീട് സംഭവിക്കുന്ന ഉത്തരമുള്ള പോലീസിനറിയാം. അതുകൊണ്ട് നമ്മളെല്ലാം പുറത്തിറങ്ങുക, പോലീസ് കൊണ്ടുവന്ന് കാണിക്കുക. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം മാനേജ്മെന്റ് ഞങ്ങളുടെ കാതിൽ വന്നെന്നോ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുവി, ഈ സംഭവം വിവാദമായതോടെ ഈ സ്കൂൾ മാനേജ്മെന്റ് എന്തെങ്കിലും വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടോ? ഈ വിഷയത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കൂടി ഇടപെട്ടിരിക്കുന്നു. അടിയന്തര അന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ. ടോം, സ്കൂളിൽ ഹോമം നടത്തിയ വിഷയം വലിയ ഗൗരവമുള്ള വിഷയമായി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വരെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ വിവാദപരമായ ഹോമം സ്കൂളിൽ നടന്നത്. കോഴിക്കോട് കായക്കൊടി പഞ്ചായത്തിലെ നെടുമൺ LP സ്കൂളിലാണ് ഈ ഹോമം നടന്നത്. രാത്രി 7 മണിയോടുകൂടിയായിരുന്നു ഹോമം നടന്നത്. സ്ഥലത്തെ ഏതാനും ചില BJP നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ഹോമം അഥവാ പൂജ നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് ഈ ഹോമം നടത്തിയത് ഹെഡ് മിസ്ട്രസ് പോലും അറിഞ്ഞിരുന്നില്ല. ഹെഡ് മാസ്റ്ററുടെ മകൻ രുധീഷാണ് ഇതിന് പിന്നിൽ എന്നും പറയപ്പെടുന്നു. അതിനുശേഷം നാട്ടുകാരാണ് ഈ വിഷയം പുറം ലോകത്തെ അറിയിച്ചത്. നാട്ടുകാർ ഈ വിഷയം കണ്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് ഈ വിഷയം പുറം ലോകത്തെ അറിയിച്ചത്. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി സംഘടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് എത്തി. ഒപ്പം തന്നെ ഹെഡ് മിസ്ട്രസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഒപ്പം വലിയ തോതിലുള്ള പ്രതിഷേധം സ്കൂളിന് പുറത്ത് ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ നാട്ടുകാർ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും തൊട്ടിൽപ്പാലം പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ഉടൻ തന്നെ ഈ ഹെഡ് മിസ്ട്രസിനെയും അറിയിച്ചുവെങ്കിലും ഇത് സംബന്ധിച്ച ഒരു വിവരവും താൻ അറിഞ്ഞില്ല എന്നാണ് ഹെഡ് മിസ്ട്രസ് പറയുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ സ്കൂളിന്റെ ഒരു ഭൂമി പൂജ നടത്തുക മാത്രമാണ് ചെയ്തത് എന്ന ഒരു വിശദീകരണമാണ് ഈ BJP പ്രവർത്തകർ പോലീസിന് നൽകിയിരുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് ആ കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ അതിൽ ഒരു സമവായം ഉണ്ടാക്കാൻ പോലീസ് സമവായ ശ്രമങ്ങൾക്ക് നിന്നില്ല. ഒപ്പം തന്നെ സ്കൂൾ മാനേജറെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. ഏതായാലും ഈ സംഭവ സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. ഏതായാലും MT രമേശ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഇതിനെതിരെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ ചില പരാമർശങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സ്കൂളാണ് ഇത്. ഒപ്പം തന്നെ ഭൂമി പൂജയാണ് നടന്നത്. മറ്റേതെങ്കിലും സ്കൂളുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിന്റെ പൂജയാണ് നടക്കുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്നൊരു ചോദ്യമാണ് MT രമേശിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കോഴിക്കോട് കായക്കൊടി പഞ്ചായത്തിലെ ഗൗരവമുള്ള വിഷയം തന്നെയല്ല ഈ BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. കാരണം മറ്റ് പല മതവിഭാഗങ്ങളുടെ കീഴിലുള്ള സ്കൂളുകളിലും മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകളും മറ്റ് ചടങ്ങുകളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഗണപതി ഹോമം നടന്നപ്പോൾ അവിടെ പ്രതിഷേധവുമായി CPM പ്രവർത്തകർ രംഗത്തെത്തുന്നത്? ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണാനുള്ള കാരണം എന്താണ്? അതൊരു രാഷ്ട്രീയ ഒരു വിവാദത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുകയല്ലേ സുവി? സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും 2 പ്രമുഖ പാർട്ടികളാണ് 2 ഭാഗങ്ങളിലായി നിൽക്കുന്നത്. ഒന്ന് BJP, ഒപ്പം തന്നെ CPM. ഒപ്പം ഈ സ്കൂളിൽ ഹോമം സാധാരണഗതിയിൽ വിദ്യാരംഭ സമയങ്ങളിൽ നവമി നാളുകളിൽ സ്കൂളുകളിൽ ഹോമവും പൂജയും മറ്റും പതിവുള്ളതാണ്. എന്നാൽ അതൊന്നുമല്ലാതെ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പൂജ നടത്തിയത് എന്നൊരു വിശദീകരണം സ്വാഭാവികമായും സ്കൂൾ മാനേജ്മെന്റ് നൽകേണ്ടതുണ്ട്. AEയോട് ഉൾപ്പെടെ ഈ കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ്
എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. AEO ഹെഡ് മിസ്ട്രസിനോട് ചോദിച്ചപ്പോൾ ഹെഡ് മിസ്ട്രസിന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകാൻ കഴിഞ്ഞില്ല. തന്റെ അനുമതിയോടുകൂടിയല്ല, അല്ലെങ്കിൽ താൻ ഈ വിഷയം അറിഞ്ഞിരുന്നില്ല എന്നൊരു മറുപടിയാണ് ഹെഡ് മിസ്ട്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ വിവാദമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. BJP പറയുന്നത് ഒരു ഭൂമി പൂജ നടത്തുന്നതിന് എന്തിനാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം എന്നൊരു ചോദ്യമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതൊരു സ്വകാര്യ മാനേജ്മെന്റിന്റെ സ്കൂളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പോലും വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂൾ ആണെങ്കിൽ പോലും പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു പൂജ അനുമതി തേടുക പോലും ചെയ്യാതെ എന്തുകൊണ്ട് ഈ ഒരു പൂജ നടത്തി എന്നൊരു ചോദ്യമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഒപ്പം തന്നെ V. ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താനും ഉത്തരവിട്ടിട്ടുണ്ട്. സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളിൽ പോലും ഈ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ നടക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെ ഏതെങ്കിലും ചട്ടങ്ങളോ നിയമങ്ങളോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ പരിധിയിലുണ്ടോ? ഇത്തരം സ്കൂളുകളിൽ ഇത്തരം ചടങ്ങുകളൊന്നും പാടില്ല എന്ന ഒരു നിയമം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ സുബി? കാരണം ഇതിപ്പോൾ ഈ രാഷ്ട്രീയ വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ്. ടോം, അത്തരത്തിൽ എന്തെങ്കിലും ചട്ടങ്ങളോ മറ്റോ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഒരു പുതിയ തലമുറ ഉയർന്നു വരുന്നു സ്കൂളുകളിലൂടെ എന്നൊരു കാര്യം എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സ്വാഭാവികമായും സ്കൂളുകൾ മതത്തിനതീതമായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. മതനിരപേക്ഷതയിൽ ഊന്നിയായിരിക്കണം വിദ്യാഭ്യാസം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു മതത്തിന്റെ പല വിഭാഗത്തിലുള്ള ആളുകൾ ഉൾപ്പെടുന്നതാണ്. സ്വകാര്യ മാനേജ്മെന്റ് ആണെങ്കിൽ പോലും അത്തരത്തിൽ ഒരു ഹോമം നടത്തുന്നത് എത്രത്തോളം ശരിയാണ് എന്നൊരു ചോദ്യമാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ആ പ്രദേശത്തുള്ളവർ ഉൾപ്പെടെ ചോദിക്കുന്നത്. എന്തിനാണ് ഈ ഒരു ഹോമം നടത്തിയത് അല്ലെങ്കിൽ പൂജ നടത്തിയത് എന്നൊരു ചോദ്യമാണ് സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. BJP വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. CPM-ഉം അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പ് നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയ വിവാദമായി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇനിയും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം മതപരമായ ചടങ്ങുകളോ അതല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളോ ഉണ്ടാകില്ല, അതല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതണോ? വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കൃത്യമായൊരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. സ്വാഭാവികമായും അന്വേഷണത്തിന് ഉത്തരവിടുക മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കൂടുതൽ എന്തെല്ലാം കാര്യങ്ങളിൽ, അതായത് എന്തെങ്കിലും ഇത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ കൊണ്ടുവരണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും ഒരു വ്യക്തത വരിക. ഏതായാലും നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ഈ ഹോമം അല്ലെങ്കിൽ പൂജ നടത്തിയതിനെതിരെ ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, നവമി ഉൾപ്പെടെയുള്ള വിദ്യാരംഭ സമയങ്ങളിൽ സ്കൂളുകളിൽ പൂജകളും മറ്റും പുസ്തകം പൂജയ്ക്ക് വെക്കുന്ന ചടങ്ങുകളും മറ്റും ഉണ്ടാകാറുണ്ട്. അതിൽ എല്ലാ വിഭാഗക്കാരായ കുട്ടികളും പങ്കെടുക്കുന്നതും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതല്ലാതെ മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പൂജകൾ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും സാധാരണഗതിയിൽ സ്കൂളുകളിൽ നടക്കാറില്ല. അതിന് വിപരീതമായി ഇത്തരത്തിൽ ഒരു പൂജ നടന്നതുകൊണ്ടാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പ് എന്ത് തീരുമാനമാണ് ഇതിൽ എടുക്കുക എന്ന് കാത്തിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ ഗണപതി ഹോമം സ്കൂളിൽ നടത്തിയ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സ്കൂൾ മാനേജറെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. ഇത് രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൂടി കാര്യങ്ങൾ മാറുകയാണ്. BJP-യും CPM-ഉം തമ്മിലുള്ളൊരു നേർക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്തായാലും ഈ വിഷയത്തിൽ എന്ത് നടപടിയായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുക എന്നത് കാത്തിരുന്ന് കാണാം.